ചാനൽ ഫുഡ് ആൻഡ് ബിയോണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും മക്കളും ഇവിടെ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലബാറുകാരുടെ കുറേ റെസിപ്പീസൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ വരുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മലബാറുകാരുടെ റെസിപ്പീസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു മലബാറിൻ്റെ റെസിപ്പീസ് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മലബാറിൻ്റെ റെസിപ്പീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും നല്ല ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാം, നമ്മുടെ റവ ഉപ്പുമാവാണത്. അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവും പിന്നെ നമ്മൾ ആദ്യം തന്നെ ആ റവ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉപ്പുമാവ് വളരെ ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഏതൊരു ഇൻഗ്രീഡിയൻസും ആ കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ഓരോ സാധനങ്ങളും ഡിഫറെൻറ്റ് ടേസ്റ്റിലേക്ക് മാറുന്നത്. അപ്പോൾ നല്ല ഒരു ഉപ്പുമാവ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇത്തിരി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തത്. ഇത് 240 ml ഒരു കപ്പാണ്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ്റ്റഡ് റവ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു അല്പം നെയ്യിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു രുചി കൂടെ ഉപ്പുമാവിന് കിട്ടുന്നതായിരിക്കും നെയ്യിൻ്റെ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാന് അടുപ്പിൽ വെച്ചതൊന്ന് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഈ നെയ്യ് ഒന്ന് മെൽട്ടാവട്ടെ. നെയ്യ് മെൽട്ടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന റവ ചേർക്കാം. ഇനി ചെറുതായിട്ടൊരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒരു 3 മിനിറ്റ് ചെറിയ തീയിലായിരിക്കണം വറുത്ത് കൊടുക്കുന്നത്. കാരണം റവ മൂത്ത് അതിൻ്റെ കളറ് മാറി പോകാൻ പാടില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്യട്ടെ. റവ ഞാനൊരു 3 മിനിറ്റ് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതൊരു ചെറിയ പ്ലേറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ റവ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ എണ്ണ ചേർക്കട്ടെ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ചേർത്തു. ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുവാണ്. ഇനി ഈ ചേർത്ത് കൊടുത്ത കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർക്കുവാണ്. പിന്നീട് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് കായമാണ്. നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായം, അതൊരു പിഞ്ച് ചേർക്കാം, കൂടുതലാവരുത്. അതിനുശേഷം 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അത് ഫൈനായി ചോപ്പ് ചെയ്തതാണ്, അത് ചേർക്കുവാണ്. പിന്നീട് ഒരു മീഡിയം സൈസിലുള്ള സവാള, അതും ചോപ്പ് ചെയ്തതാണ്, ചേർക്കാം. ഒരു 3 പച്ചമുളക്, അത് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുവാണ്. ഇനി ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ഉള്ളിയുടെ ഈ നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയുടെ നിറമൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മാത്രം മതി. നമ്മൾ ചേർത്ത സവാള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ്, അതും ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്. വളരെ ഫൈനായിട്ടല്ല, ചെറിയ ചെറിയ ക്യൂബ്സ് പോലെയാക്കി കട്ട് ചെയ്തതാണ്, അത് ചേർക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അതും കൂടെ ചേർക്കുവാണ്. ഇനി ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഈ ക്യാരറ്റും ഗ്രീൻ പീസും ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുവേണ്ടി ഞാനിതൊന്ന് അടച്ചു വെക്കുവാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും ഗ്രീൻ പീസും സോഫ്റ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. നമ്മൾ അളന്നെടുത്ത കപ്പിന് 2 കപ്പ് വെള്ളം. അപ്പോൾ 1 കപ്പ് ചേർത്തു. ഇനി 1 കപ്പ് കൂടെ ചേർക്കണം.
2 കപ്പ് വെള്ളം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. ചേർത്ത് കൊടുത്ത ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളക്കണം. അതിനുവേണ്ടി നമുക്കിതിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് വെള്ളം ഇതുപോലെ ഒന്ന് തിളക്കട്ടെ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത പച്ചക്കറികളുടെയൊക്കെ ഫ്ലേവേഴ്സ് ഈ വെള്ളത്തിലേക്കൊന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഈ വെള്ളം ഒന്ന് ഇങ്ങനെ തിളച്ചു കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഉപ്മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 മിനിറ്റ് ചെറിയ തീയിൽ ഞാൻ ഈ വെള്ളം തിളപ്പിക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് ചെറിയ തീയിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റവ, അത് കുറേശ്ശെയായിട്ട് തീ ഏറ്റവും സിമ്മിൽ കൊടുക്കണം ഈ സമയത്ത്. അപ്പോൾ തീ ഏറ്റവും സിമ്മിലേക്ക് കൊടുത്തതിന് ശേഷം ഈ റവ ഇതിലേക്ക് സാവധാനം ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം, ഒട്ടും തന്നെ കട്ടകളില്ലാത്ത വിധത്തിൽ. അപ്പം ഞാനിത് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കട്ടെ. അതിന് ശേഷം പെട്ടെന്ന് തന്നെ ആദ്യം ചേർത്ത ബാച്ച് മിക്സ് ചെയ്തു. അതുപോലെ പിന്നീട് ചേർക്കുക, അഗെയിൻ മിക്സ് ചെയ്യുക. ലാസ്റ്റ് ബാച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാത്രം അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അടച്ചു വെച്ചു. അപ്പോൾ പാത്രം അടച്ചു വെച്ചിട്ട് ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് ഒരു ചെറുനാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആ പകുതി നീരൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് ഒരു 3-4 ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ടുണ്ട്. 3-4 ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ചേർക്കുന്നത് ഒരല്പം പഞ്ചസാരയാണ്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ഒരു നല്ല ടേസ്റ്റ് ഇതിന് വരുന്നത് കൊണ്ടാണ് ചേർത്തത്. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് നല്ലപോലെ അങ്ങ് വറ്റിക്കൊള്ളും. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ നമുക്ക് തുറന്ന് വെച്ചുകൂടാ. ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 3 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് ഞാൻ ഉപ്പുമാവൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ്, സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്നൊരു മഴ പെയ്തത്. അപ്പോൾ ആ മഴയുടെ തണുപ്പിൽ ഞാനിങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. ബാക്കിയുള്ള പണികളൊന്നും എടുത്തില്ലെങ്കിലും കുക്കിങ് എത്ര വേണേലും ചെയ്തോളും. അത് കാല് വേദനിച്ചാലും കൈ വേദനിച്ചാലും കുക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാണാനും നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതുവരെയായിട്ട് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ആ നെയ്യുടെയൊക്കെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റും പിന്നെ പച്ചക്കറികളുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവേഴ്സും കൂടി വളരെ നല്ല ടേസ്റ്റിയായ ഉപ്പുമാവാണ് ഇപ്പോൾ റെഡിയാക്കിയത്. അപ്പോൾ ഇത് പഴം കൂട്ടി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേറെ കറിയൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ചായയും ഉപ്പുമാവും 2 പഴവും, ഹാപ്പിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നീടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീണ്ടും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട്, എനിക്ക് ഇങ്ങനത്തെ നാടൻ റെസിപ്പീസൊക്കെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ മോഡേണായ റെസിപ്പീസൊന്നും ഞാൻ ട്രൈ ചെയ്യാറുമില്ല, ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുമില്ല. അപ്പോൾ വീണ്ടും നല്ല ഡിഷുമായി നിങ്ങളെ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.